2024 അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 2025 നമ്മൾ കടക്കുകയാണ്. 2025 നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരു കൊല്ലം 2024 എന്ന ആ വർഷം നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭൂമി ലോകത്ത് നിശ്ചയിച്ച ദിവസങ്ങളുണ്ട്, മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. ആ വർഷങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞു പോയി എന്നതാണ് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്. ആ ആലോചനയിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് 2025 അങ്ങനെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നും ആ 2025 എന്ന് പറയുന്ന വർഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങളാകണമെന്നും നമുക്കൊരുപാട് ഖൈറാത്തുകൾക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ കാരണമാകുന്ന ഒരു പുതിയ വർഷമാകണമെന്നും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു പോയതിൽ അള്ളാഹുവിനോട് ഖേദിച്ച് വരാനിരിക്കുന്നതിൽ കൂടുതൽ പ്രതീക്ഷയർപ്പിച്ച് അങ്ങനെ 2025 വർഷത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി പോവുകയാണ്. അതല്ലാതെ 2025 എന്ന് വർഷം വരുമ്പോഴേക്കും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആ സമയം 2025 കടക്കുന്ന ഒരു സമയമെന്ന് പറയുന്നൊരു സമയമുണ്ടത്രേ. ആ സമയത്ത് അനാവശ്യങ്ങളിലോ വൃത്തികേടുകളിലോ ഏർപ്പെടാതെ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവേ ധാരാളം ഖൈറാത്തുകൾ ചെയ്യുന്ന, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിക്കുന്ന, അതിന്റെ വഴികളെല്ലാം തുറന്നു കിട്ടുന്ന ഒരു വർഷമായി എനിക്ക് 2025 നീ എത്തിച്ചു തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നതിന് പകരം അനാവശ്യങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, അള്ളാഹു ഇഷ്ടപ്പെടാത്തതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണമെന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പ്രത്യേകമായി മദനീയം കുടുംബത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ വഴികളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൈറിന്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. എല്ലാ നന്മകളും ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് തരട്ടെ. കൂടുതൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ, കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കൂടുതൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇലാ ഹളറത്തിൻ നബി